ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് സൽവാർ സെറ്റും കുർത്തീസുമാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സജഷൻസോ കമൻറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് സൽവാർ സെറ്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ സൽവാർ സെറ്റാണ്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഹഫ് സാരി അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പ് സാരി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മനസ്സിൽ വരിക. പക്ഷെ നമ്മളൊരു സൽവാർ സെറ്റിൽ ട്രഡീഷണൽ ലുക്ക് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ കോംബോ ആണെങ്കിലും ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലും ഈവൻ ഇതിൽ ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് പോലും ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന ഡിസൈനിങ് വർക്കാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഇതൊരു പ്ലസ് സൈസ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സ്ലീവൊക്കെ ഇങ്ങനെ വളരെ ലൂസായി കിടക്കുന്നത്. അപ്പോൾ ഈ മാനിക്വിൻ്റെ സൈസിലല്ല, ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. മാനിക്വിനെക്കാട്ടും സൈസ് കൂടുതലുള്ള ഒരാളെ ഡ്രസ്സാണിത്. അതുകൊണ്ട് പാൻറ്റും ഇതിൻ്റെ ബോട്ടം ഒക്കെ ലൂസായി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതിൽ നമ്മൾ ഒരു സൈഡ് സ്ലിറ്റുള്ള ഒരു ടോപ്പാണ്. വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ്. സ്ലീവ് വരുന്നത് 3/4 ആണ്. നോർമൽ ലെങ്ത് ആണ്. ബോട്ടം ഒരു നോർമൽ ബോട്ടം ആണ്. ചുരി ബോട്ടം ഒന്നല്ല, നോർമൽ ബോട്ടം ആണ്. പിന്നെ ദുപ്പട്ടയും വരുന്നുണ്ട്. മെറ്റീരിയലുകൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ചെയ്തിട്ടുള്ളത് ടിഷ്യൂ വെച്ചിട്ടാണ്. ഗോൾഡൻ കളർ ടിഷ്യൂ ആണ്. കണ്ടോ, അത് ഷൈനിങ് എഫക്റ്റ് കണ്ടോ? മെറ്റീരിയൽ ഒരു ലെക്സ്ട്രസ് ഫീലില്ലേ, അതുകൊണ്ട് ഇത് ടിഷ്യൂ ആണ് മെറ്റീരിയൽ. ഇതിന് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ക്രേപ്പാണ്. ടോപ്പിന് കുറച്ച് വണ്ണം കൂടുതലുള്ള ആളുകൾക്കൊക്കെ ക്രേപ്പ് ലൈനിങ് നന്നാവും. കാരണം ഇത് ഓവർ അലക്കാനൊന്നും പറ്റിയ ഡ്രസ്സല്ല. അതുകൊണ്ട് തന്നെ കോട്ടൺ ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം അതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ അതിലും ഭേദം ക്രേപ്പാണ്. പിന്നെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ബ്രൊക്കേഡാണ്. ഈ ഒരു പ്രിൻ്റാണ് ആ ബ്രൊക്കേഡിൽ വരുന്നത്. കണ്ടോ, ഈ ഒരു പ്രിൻ്റഡ് ബ്രൊക്കേഡാണ് ബോട്ടം ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഷോളിൻ്റെ മെറ്റീരിയൽ നെറ്റാണ്. ഷോളിന് നമ്മൾ 2 ഡബിൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടിഷ്യൂ വെച്ചിട്ടും ഒന്ന് ബ്രൊക്കേഡ് വെച്ചിട്ടുമാണ്. ബോട്ടം ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക്. ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ബ്രൊക്കേഡിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള ഹാൻഡ് വർക്കിലേക്കാണ് പോകേണ്ടത്. ഹാൻഡ് വർക്ക് മെയിനായിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ സെൻട്രൽ പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു റൗണ്ട് ഡിസൈനായിട്ട് സെൻറ്ററിലാണ് ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ സ്ലീവ്സിലും നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ സെൻറ്ററിൽ ഒരു സർക്കുലർ മാനറിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒത്ത നടുക്കായിട്ട് നമ്മൾ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോറൽ വർക്കാണ് ചെയ്തത് ഗോൾഡൻ കളർ ബീഡ്സിൻ്റെ. അത് വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഗോൾഡൻ കളർ ഡ്രോപ്പ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ലൈൻസായി ഓരോരോ പാറ്റേൺ ആയിട്ട് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു 6 ആക്ക് പാറ്റേൺ കാണാൻ നിങ്ങൾക്ക്. അത് കട്ട് ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിനുശേഷം സരി ത്രെഡ് വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ സരി ത്രെഡിൻ്റെ പാറ്റേൺ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു ഏരിയ ഇവിടെ വരെ ഒരു പാറ്റേൺ ആണ്. അതിനിങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊരു എന്താ പറയുക, ഒരു അബ്സ്ട്രാക്റ്റ് മാനറിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു എന്താ സരി ത്രെഡും ഗോൾഡൻ കളർ ബീഡ്സും കട്ട് ബീഡ്സും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ഒരു കോമ്പിനേഷൻ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഗോൾഡൻ കളർ ആൻറ്റിക് ബീഡ്സ് ഉണ്ട്, പിന്നെ സീക്വൻസ് ഉണ്ട്, കട്ട് ബീഡ്സ് ഉണ്ട്, സരി ത്രെഡ് ഉണ്ട്. അതിനുശേഷം പിന്നെയും ഔട്ട്ലൈനാണ് വരുന്നത്. കട്ട് ബീഡ്സും ഗോൾഡൻ കളർ ബീഡ്സും വെച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കൂടെ വരുന്നുണ്ട്. 2 ഔട്ട്ലൈൻ ഉണ്ട്. കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ഡ്രോപ്പ് ഷേപ്പുള്ള ഗോൾഡൻ സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് ചുറ്റുപാടും അതിനൊരു സരി ത്രെഡിൻ്റെ ഔട്ട്ലൈൻ കൂടെ വരുന്നുണ്ട്. ഇനി സ്ലീവിലുള്ള വർക്ക് നോക്കാം. സ്ലീവിൽ ഫസ്റ്റ് ഒരു ബോർഡർ ഡിസൈനാണ് വരുന്നത്. പിന്നെ സ്ലീവിൻ്റെ ബോഡി ഏരിയയിൽ ഇങ്ങനെ എന്താ പറയുക, ബുട്ടാസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ബോർഡർ നോക്കുകയാണെങ്കിൽ കട്ട് ബീഡ്സും ആൻറ്റിക് കളർ ഗോൾഡൻ ബീഡ്സും വെച്ചിട്ടുള്ള ഒരു പാറ്റേൺഡ് വർക്കാണ്. ഫസ്റ്റ് സരി ത്രെഡ് വെച്ചിട്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ലൈൻസ് ആയിട്ട് സിക്സാഗ് ആയിട്ടൊക്കെ ഗോൾഡൻ ബീഡ്സും കട്ട് ബീഡ്സും
കൊടുത്തിട്ടുള്ളതാണ്, ഒരു ബോർഡർ പോലെ. അതിനുശേഷം നേരത്തെ നമ്മൾ ആ റൗണ്ടിൻ്റെ പുറത്തേക്ക് കൊടുത്ത പോലെ ഇതിലും ഗോൾഡൻ സ്റ്റോൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മേലോട്ട്. സ്ലീവിലൊക്കെ അതിൻ്റെ ബുട്ടാസും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു റെഡ് ആൻഡ് ഗോൾഡ് അല്ലാതെ വേറെയും വേരിയസ് കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബ്ലൂവിൽ വേണമെങ്കിൽ ചെയ്യാം, ഗ്രീനിൽ ചെയ്യാം, ബ്ലാക്കിൽ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കോമ്പിനേഷൻസ് ആണ്. പീച്ച് കളറ് അല്ലെങ്കിൽ ഇപ്പോൾ ബോട്ടം ഷോളും വീണ്ടും ഗോൾഡൻ തന്നെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന ഡിസൈൻ. നമുക്ക് അടുത്തൊരു ഡിസൈൻ നോക്കാം. യെല്ലോ ഷെയ്ഡിൽ വരുന്ന ടോപ്പാണ്. വീഡിയോയിൽ ലൈറ്റ് യെല്ലോ ആയിട്ടാണ് കാണുന്നത്. ശരിക്കും ഒരു മാംഗോ യെല്ലോ ഒക്കെയാണ്, അതായത് ഒരു പഴുത്ത മാംഗോയുടെ ഒക്കെ കട്ട് ചെയ്യുമ്പോഴുള്ളൊരു കളറില്ലേ, അങ്ങനെ ഒരു കളറാണ് ശരിക്കും അത് വരുന്നത്. പക്ഷേ നമ്മളൊരു ലെമൺ യെല്ലോ ആയിട്ടാണ് ഇതിൽ ഫീൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊരു പാറ്റേൺഡ് ടോപ്പാണ്, നോർമൽ സാധാ ടോപ്പല്ല, ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ടോപ്പാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ചന്തേരി സിൽക്കാണ്, ചന്തേരി സിൽക്കിലാണ് ചെയ്തിട്ടുള്ളത്. ലൈനിങ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ആണ്. ഇത് സെറ്റായിട്ടാണ് വരിക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ലെഗിൻസ് കൂടെ കിട്ടും ഇത് മേടിക്കുമ്പോൾ. പാൻറ്റും ടോപ്പുമാണ്. ഇതിന് ദുപ്പട്ടയുടെ ആവശ്യമില്ല, ദുപ്പട്ട യൂസ് ചെയ്യുന്ന ഒരു മോഡലല്ല ഇത്. അപ്പം നമുക്കിനി ഇതിൻ്റെ പാറ്റേൺ നോക്കാം. പാറ്റേണിൽ സ്ലീവ് വരുന്നത് 3/4 ആണ്. പിന്നെ ഇതിൻ്റെ നെക്കിലാണ് ഒരു ഡിഫറൻസ് വരുന്നത്. നെക്കിൽ ഇങ്ങനെ ഒരു ഒരു ഫ്ലാപ്പ് പോലെ ഒരു സംഭവം അങ്ങനെ പോകുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഒരു സൈഡിൽ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്ലസ് ബട്ടൺ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഊരി എടുക്കാൻ പറ്റും, ഇവിടുന്ന് ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇടാൻ പറ്റും ഇടുന്ന സമയത്ത്. കാരണം ഇവിടെ ഒരു ഷോർട്ട് നെക്കും ഇവിടെ ഒരു വൈഡ് നെക്കും കൂടെ വരുന്നുണ്ട്. അപ്പം ഇതിലെ തല അടക്കില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരു പ്രസ് ബട്ടൺ യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഡിസൈൻ വരുന്നത്. ഇതിൽ ഒരു പൈപ്പിംഗ് കൂടെ പോകുന്നുണ്ട്, സെയിം കളറിലുള്ള ഈ ഒരു ഫ്ലാപ്പിന്റെ മോൾ. ഇതിവിടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ, ഇവിടെ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ഇതിന്റെ താഴെ കൊടുത്തിട്ടുള്ള നെക്ക് ലൈന് വളരെ കുറച്ച് വൈഡ് ആയിട്ടുള്ള, അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു നെക്ക് ലൈനാണ്. അത് ഇവിടെ ഒരു ഷോർട്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇതിലെ ഒരു ഫ്ലാപ്പും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെക്ക് ലൈൻ ഒരുപാട് മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കിട്ടില്ല. ഇതിപ്പോൾ മാനിക്യൂന് കുറച്ച് ലൂസാണ്, അതുകൊണ്ടാണ് ഇവിടേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ടൊക്കെ കാണുന്നത്. പക്ഷേ ഇത് ചെയ്തിട്ടുള്ള ആളിടുന്ന സമയത്ത് ഇത് കറക്റ്റ് ഫിറ്റിങ്ങിൽ വരുമ്പോൾ അങ്ങനെ തൂങ്ങിയൊന്നും കിടക്കില്ല, കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഫ്ലാപ്പിൻ്റെ മുകളിലും സ്ലീവിൻ്റെ മുകളിലുമാണ് ഹാൻഡ് വർക്ക് വരുന്നത്. മെയിനായിട്ട് സ്ലീവിൻ്റെ മുകളിലാണ് വരുന്നത്. സ്ലീവിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ ആൻഡ് ഒരു റെഡ് കോംബോ ആണ്. ഈ യെല്ലോയിൽ ഈ റെഡ് കളർ നല്ല രീതിയിൽ എടുത്തു പിടിച്ച് കാണുന്ന രീതിയിലാണുള്ളത്. കാരണം നല്ല കോൺട്രാസ്റ്റ് ആണ് അത് വരുന്നത്. അതുകൂടാതെ ഇതിൽ ഒരു ഗോൾഡൻ കളർ വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ ഫുള്ളൊരു ഫ്ലോറൽ വർക്കാണ്. ഈ ഒരു ഷുഗർ ബീഡ്സ്, ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റെമ്മ് പോലെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ലീവ്സ് ഉണ്ട്. ലീവ്സ് ചെയ്തിട്ടുള്ളത് സെറി ത്രെഡാണ്. അതും ഗോൾഡൻ കളർ തന്നെയാണ് സെറി ത്രെഡ് വരുന്നത്. പിന്നെ ത്രെഡ് വർക്കാണ് ബാക്കി ഫ്ലവേഴ്സൊക്കെ. ഇതൊക്കെ ഹാൻഡ് വർക്കാണ് കേട്ടോ. ത്രെഡ് വർക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ടൊരു ഡെക്കറേഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സും ബ്രാഞ്ചസും ലീവ്സും ഇങ്ങനെ ഫുൾ സ്പ്രെഡായിട്ടാണ് സ്ലീവിൽ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫുൾ സ്ലീവിൽ അറൗണ്ട് ആയിട്ട് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഫ്ലാപ്പിൻ്റെ മുകളിലാണ് വർക്ക് വരുന്നത്. അവിടെ ബ്രാഞ്ചസ് ഇല്ല, അതിന് പകരം ഫ്ലവേഴ്സിൽ ഡയറക്റ്റായിട്ട് ലീവ്സും അതിൻ്റെ ഗ്യാപ്പുകളിൽ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ളൊരു പാറ്റേണും കൂടെയാണ് വരുന്നത്. ആ ഒരു ഫ്ലവറിൻ്റെ നടുക്കുള്ള ആ ഒരു പാറ്റേണാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഈ അടുത്തായിട്ട് കാണാൻ പോകുന്നത് നേരത്തെ കണ്ട ടോപ്പിൻ്റെ തന്നെ വേറൊരു വേരിയേഷനാണ്. ഇത് സ്ലീവ്ലെസ് ആണ്. ഇതിൽ വർക്ക് വരുന്നതിലും കളർ കോമ്പോയിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. മറ്റേതുപോലെയല്ല ഇത് വരുന്നത്. ഈ ഫ്ലാപ്പിലും ഡിഫറൻസ് ഉണ്ട്. അത് ആദ്യത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഞാനിപ്പോൾ അതെടുത്ത് പറയുന്നില്ല. എനിവേ നമുക്ക് ലുക്ക് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, ആ ഫ്ലാപ്പിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഇതും പക്ഷേ അങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന ഫ്ലാപ്പാണ്. പക്ഷേ ഇതിങ്ങനെ ബാക്കോട്ട് പോകുന്നില്ല. അത് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ ഈ ഒരു സംഭവം കഴിയും. ഇത് സ്ലീവ്ലെസ് ആണ്. സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും അവൈലബിൾ ആണ്, സ്ലീവ് ഉള്ളത്. ഇതിന് ബോട്ടം വരുന്നത് ഒരു പെൻസിൽ ബോട്ടമാണ്. അതിപ്പോൾ ഞാൻ മാനിക്യൂറിൽ ഇടിച്ചിട്ടുള്ള ഒരു
എന്താ പറയുക, ടൈം ഇഷ്യൂ കൊണ്ട് ഇടിച്ചിട്ടില്ല. പക്ഷെ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരിക. ഇത് പെൻസിൽ ബോട്ടം ആണ്. ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പർപ്പിൾ കളർ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ബോട്ടം വരുന്നത്. ഇതിന് മുകളിൽ മാത്രമല്ല കേട്ടോ, താഴെയും വർക്ക് വരുന്നുണ്ട്. ഇവിടെ കൂടെ ഇതിന് ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ബ്ലൂ കളർ ഏരിയ ചെയ്തിട്ടുള്ളത് സെമി സിൽക്കിലാണ്. ഇതൊരു സാറ്റിൻ മിക്സ് ആണ്. ഈ ഒരു മെറ്റീരിയൽ സാറ്റിൻ ക്രേപ്പും സിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ഈ ഒരു പർപ്പിൾ മെറ്റീരിയൽ വരുന്നത്. ഈ കളർ കോമ്പിനേഷൻ തന്നെ ഇതിൻ്റെ വെറൈറ്റി ആണ്. നേരത്തെ പോലെ തന്നെയാണ് ഇതിനൊരു കളർ കോംബോ വരുന്നത്. നല്ല വെറൈറ്റി കളർ കോംബോ ആണ് വരുന്നത്. പിന്നെ പാറ്റേൺ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോകുന്നുണ്ട്. താഴെയും ഇതുപോലെ ഒരു സെക്ഷനിൽ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് പോലൊരു സംഭവം ഇങ്ങനെ വരുന്നുണ്ട്. മാനിക്കും ഭയങ്കര സ്ലിം ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഇട്ട് കഴിയുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റാത്തത്. അതുകൊണ്ടാണ്. ഒരു ഡാർക്ക് പർപ്പിളാണ്. താഴോട്ട് ഇങ്ങനെ കാട്ടുമ്പോൾ ലൈറ്റ് എഫക്റ്റ് കൊണ്ട് ലൈറ്റ് കളറായിട്ടാണ് കാണുന്നത്. പക്ഷെ മുകളിൽ വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്. ഇനി ഇതിൻ്റെ ഹാൻഡ് വർക്ക് നോക്കാം. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരു മെറ്റാലിക് സിൽവർ ഷെയ്ഡിൽ, ഒരു ആൻറ്റിക് മെറ്റാലിക് സിൽവർ ഷെയ്ഡിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു സ്റ്റാർ ഷേപ്പിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതിന് സെൻറ്ററിൽ ബീഡ്സ് വെച്ചിട്ട് വലിയ ടൂ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാർ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ട് പിന്നെയുള്ള സ്പേസിലൊക്കെ അടുപ്പിച്ചുള്ളൊരു സ്പ്രെഡിങ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്തത് മെറ്റാലിക് സിൽവർ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സ്പ്രെഡിങ് വർക്ക് ചെയ്തിട്ടുള്ളത്. വളരെ റിച്ച് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അധികം സ്പേസ് ഇല്ലാതെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതേ സെയിം വർക്ക് തന്നെയാണ് ഈ ഒരു താഴത്തെ പോർഷന് വരുന്നുണ്ട്. രണ്ടിതിലും നന്നായിട്ട് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന നെക്സ്റ്റ് ടോപ്പിൻ്റെ ഡിസൈൻ. അടുത്തതായിട്ടൊരു ബ്ലാക്ക് സൽവാർ സെറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് എന്താ പറയുക, അംബ്രല കട്ടിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ എന്താ പറയുക, ഒരു ലുക്ക് തരുന്ന, എക്സ്പെഷ്യലി എന്താ കുറച്ച് വണ്ണമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ സ്ലിം ഫിറ്റാണ് പക്ഷേ വണ്ണമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് ആണ് ഒന്നാമത്. ബ്ലാക്ക് കളേഴ്സൊക്കെ ഡാർക്ക് കളേഴ്സ് വണ്ണമുള്ളവർക്ക് ചേരും. ആൻഡ് എക്സ്പെഷ്യലി ഇത് ചെയ്തിട്ടുള്ള ജോർജറ്റിലാണ്, അംബ്രല കട്ടിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്ക് എല്ലാവർക്കും വാർഡ്രോബിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പാറ്റേൺ ആണ്. ഐ മീൻ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് നമ്മുടെ അധികം ആളുടെ കയ്യിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ വാർഡ്രോബിൽ വേണ്ട ഒരു സംഭവം കൂടെയാണ് ഒരു ബ്ലാക്ക് വരുന്നത്. ഇതൊരു സൽവാർ സെറ്റാണ്. വളരെ സിമ്പിളാണ്. ഹാൻഡ് വർക്ക് ഒന്നും വരുന്നില്ല. പാറ്റേൺ മാത്രമാണ് അതിൽ ഇതുള്ളത്. ഫുൾ സെറ്റാണ്. ഇതിൽ ലെഗിൻസ് വരും. ഇതിൻ്റെ കൂടെ ഷോളും ഉണ്ടാവും. ടോപ്പ്, ഈ ടോപ്പിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ടോപ്പ് ഡബിൾ ലെയർ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലെയർ കാണാം, കണ്ടോ? ഡബിൾ അംബ്രല കട്ടിലാണ് അപ്പോൾ അത് ചെയ്തിട്ടുള്ളത്. അതായത് മുകളിലും അംബ്രല കട്ടിൽ ഒരു ലെയർ ഉണ്ട്, ഉള്ളിലും അംബ്രല കട്ടിൽ തന്നെ ഒരു ലെയറും കൂടെ ഉണ്ട്. അപ്പോൾ അത്രയും ഫ്ലെയർഡാണ് ഈ ഡ്രസ്സ്. ഇതിപ്പോൾ മാനിക്യൂർ ഇട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഇത് തന്നെ ഫിറ്റിംഗ് ഉള്ള ആളിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പാറ്റേൺ ആണിത്. ഇതിൽ വരുന്ന എന്താ പറയുക, ഇതിൽ നെക്ക് നല്ല വൈഡ് നെക്കാണ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം ഷോൾഡർ ഏകദേശം 1.5 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ. അത്രയും വൈഡാണ് നെക്ക്. ആൻഡ് ഓൾസോ ഡീപ്പും അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത്. ദുപ്പട്ടയും ജോർജറ്റിനാണ്. മൊത്തം ജോർജറ്റാണ്, ബ്ലാക്ക് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ടയുടെ സൈഡിൽ നമ്മളൊരു സിമ്പിൾ ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട് ആ ഒരു ലേസ്. നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ സ്ലീവിനും കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. ചൂരി സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ചുരുട്ടി വെക്കാം. നമ്മൾ ചൂരി ബോട്ടം പാൻറ്റൊക്കെ വെക്കുന്ന പോലെ ഈ സ്ലീവ് നമുക്കിങ്ങനെ ചുരുട്ടി ഇവിടെ നമുക്ക് പ്ലസ് ബട്ടൺസ് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇവിടെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇവിടെയാണ് വേണ്ടത് അവിടെ നമുക്കിത് ഫിനിഷ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കൈ ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഞാൻ പറഞ്ഞു ഫുൾ മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ ചെറിയ സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ചെറിയ സ്റ്റിച്ചാണ്, അതുകൊണ്ട് നല്ല ഫ്ലെയർഡായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത് കണ്ടിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ്. അടുത്തതൊരു ഫാൻസി മോഡലാണ് നമ്മൾ കാണുന്നത്. ഒരു എന്താ പറയുക, ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ കുറച്ചൊരു മോഡേൺ വേർഷനാണ്. ഒരു സൽവാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ് വരുന്നത്. ഇത് ഒരു അപ്പ് ആൻഡ് ഡൗൺ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാനിക്യൂറിലിട്ടിട്ട് അത്ര പ്രോപ്പർ അല്ല ഇത് നിൽക്കുന്നത്. എനിവേ ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ പാറ്റേണിലാണ് ഉള്ളത്. ഇതിനൊരു ബോട്ടം വരുന്നുണ്ട്. അതൊരു പെൻസിൽ ബോട്ടം ആണ് വരുന്നത്.
പിന്നെ ഇതിൻ്റെ വർക്ക് നോക്കുവാണെങ്കിൽ നെക്ക് നോർമൽ നെക്കാണ്, നോർമൽ കുറച്ച് ബോർഡ് നെക്കാണ്, ഒരുപാട് റൗണ്ട് നെക്കല്ല, ബോർഡ് നെക്കാണ്. സ്ലീവ്ലെസ് ആണ്, സ്ലീവ് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സെമി സിൽക്കും അതേപോലെ തന്നെ നെറ്റും വെച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ബോട്ടം വരുന്നത് സെമി സിൽക്കിലാണ്. ഇതിൽ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് വർക്കിൽ സിൽവർ കളറാണ്, സിൽവർ കളർ ലീവ്സും സ്റ്റെംസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് കളറുള്ള ഫ്ലവേഴ്സ് അതിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ ബീഡ്സ് വൈറ്റ് കളർ പേൾസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്പൈറലായിട്ട് ഒരു സ്റ്റെം പോലെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ബോഡിയിലും അവിടെ ഇവിടെയായിട്ട് ഫ്ലവേഴ്സും ബീഡ്സും ഒക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പക്ഷെ ഒരു എന്താ പറയുക, ഒരു മോഡേൺ പാറ്റേൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് കാണുന്ന ഡിസൈൻ. നിങ്ങൾക്ക് ഡിസൈൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും ഓർഡർ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക് യു.